2026 +2 ബോർഡ് എക്സാം നിങ്ങളെ കുഴപ്പിക്കും. മക്കളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. കാരണം ഇക്കഴിഞ്ഞ 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ്പെഷ്യലി അക്കൗണ്ടൻസിയുടെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയും നമുക്കറിയാം ചോദ്യങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത്രയും ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന 2026 പബ്ലിക് എക്സാം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ചേഞ്ചസ് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കുട്ടികളും തന്നെ ചോദിക്കാറുണ്ട്, സർ നമ്മൾ തുടക്കം മുതൽ പഠിച്ചു തുടങ്ങേണ്ടതുണ്ടോ? നമ്മൾ കൊമേഴ്സുകാരല്ലേ, പരീക്ഷ സമയത്ത് പഠിച്ചു തുടങ്ങിയാൽ പോരെ അല്ലേ, 1 മാസം മുന്നെയോ അല്ലെങ്കിൽ 2 മാസം മുന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A+ലേക്കൊക്കെ എത്താറോ എന്നുള്ള ധാരണയായിരിക്കും ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെയും മനസ്സിലുണ്ടായിരിക്കുക. എന്നാൽ +2ലേക്ക് എത്തുന്ന സമയത്ത് അക്കാഡമിക്കലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, നോൺ അക്കാഡമിക്കലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നോൺ അക്കാഡമിക്കലി നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സ്പോർട്സ് വരാനിരിക്കുന്നുണ്ട്, ആർട്സ് ഫെസ്റ്റിവൽ വരാനിരിക്കുന്നുണ്ട്, സയൻസ് ഫെയർസ് വരാനിരിക്കുന്നുണ്ട്. സോ ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. ഇനി അക്കാഡമിക്കലി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം 6 സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 6 സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓരോ ചാപ്റ്റേഴ്സിലെ ഇൻഡെപ്ത് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അക്കൗണ്ടൻസി ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്, എക്കണോമിക്സ് ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്, ബിസിനസ് സ്റ്റഡീസിൽ ക്വസ്റ്റ്യൻസ് മാറിയിട്ടുണ്ട്. സോ ഇതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, റെക്കോർഡ് വർക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട്. +1 നമ്മൾ ഓണം എക്സാം അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെയല്ല +2 എത്തുന്ന സമയത്ത്. +2 നമ്മൾ ആദ്യം എഴുതാൻ വേണ്ടി പോകുന്ന ഓണം എക്സാം ആണ്. അതിനുശേഷം നമ്മൾ ക്രിസ്മസ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു, ദെൻ നമ്മൾ മോഡൽ എക്സാം, ദെൻ നമ്മൾ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു. സോ ആദ്യത്തെ ബിസിനസ് സ്റ്റഡീസിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓണം എക്സാമിൽ ഒരു 4 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ദെൻ ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സാം എഴുതാനുള്ളത്. ദെൻ മോഡൽ എക്സാം, ദെൻ പബ്ലിക് എക്സാം. സോ ആദ്യത്തെ 9 ചാപ്റ്റേഴ്സ് നമ്മൾ ക്രിസ്മസ് എക്സാമിൽ പഠിക്കുന്ന സമയത്ത് 1ാമത്തെ ചാപ്റ്റർ മുതൽ റിവൈസ് ചെയ്യേണ്ടതുണ്ട്. സോ അത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ പഠിക്കണം. സോ അത്രയും സമയങ്ങൾ നമുക്ക് ആ ഒരു ഡിസംബർ സമയത്ത് നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മെയ് ജൂൺ മാസം ആകുമ്പോഴേക്കും ഒരു 3 ചാപ്റ്റേഴ്സ് എല്ലാ സബ്ജക്റ്റുകളെയും പഠിച്ചു തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി അങ്ങോട്ട് സമയമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. നമ്മുടെ ഇത്രയും കാലത്തെ സ്കൂൾ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് +2 കാലഘട്ടം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. ഇപ്പോൾ നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 11ഓളം ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്ററുകളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി അക്കൗണ്ടൻസി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ മൈക്രോ മാക്രോ എന്ന് പറഞ്ഞ 2 ബ്രാഞ്ചസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതൊരു പക്ഷേ +1 നിങ്ങൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടായിരിക്കില്ല. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസും സപ്പോർട്ടും തീർച്ചയായിട്ടും അനിവാര്യമാണ്. നമുക്കറിയാം സൈലത്തിന്റെ യുവ ബാച്ചിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും കണ്ടന്റ് വീഡിയോസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മളോടൊപ്പം കൂടാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു തുടങ്ങണം. സോ നിങ്ങൾ ഈ വരുന്ന 2026 +2 ബോർഡ് എക്സാം നിങ്ങളെ കുഴപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ നമുക്ക് ഒന്നിച്ച് പഠിച്ചു തുടങ്ങാം. സോ ഇറ്റ്സ് മീ VK ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ ബൈ ഗൈസ്.